75 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് ഇന്നോവ അല്ല 6 രൂപ 6 രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 5 രൂപ വരെ ലോൺ ചെയ്യാം. 1 lakh വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ പൈസക്ക് ഇന്നോവ നമ്മൾ നെട്ടിക്കുന്ന ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിനൊക്കെ ഇതാണോ നല്ല കിഡ്ലൻ ടൈഫോർ ഒക്കെ വരുന്ന അടിപൊളി വാഹനങ്ങൾ. കൂടാതെ SUV-കളൊക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ, അതേപോലെ നമുക്ക് ഏറ്റവും ന്യൂ മോഡൽ ന്യൂ ഫേസിലൊക്കെ വരുന്ന ബലേന കണ്ടില്ല നിങ്ങൾ. എത്തിയോസിന്റെ ഒക്കെ കിഡ്ലൻ കളക്ഷൻസ് കേരള വണ്ടികളൊക്കെ ഫുൾ ഓണിലാണ് നമുക്ക് തരാൻ പോകുന്നത്. അതേപോലെ ഏറ്റവും ന്യൂ ഫേസിൽ വരുന്ന ബലേന ഇതൊക്കെ പക്ക ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ട് വാഹനം. നല്ല ട്രാക്ക് കാര്യങ്ങൾ 19 രൂപക്ക് വണ്ടികളും ഉണ്ടാവും. അതേപോലെ ചെറുവാഹനങ്ങളായിട്ട് എല്ലാ വാഹനങ്ങളും ഗംഭീരമായ ഒരു കളക്ഷനാണ്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഗിവ് അവേ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ഇനി നമ്മൾ പേജ് ഫോളോ ചെയ്യുക. കാരണം റിയൽ ചോയ്സിന്റെ വക വീണ്ടും നമുക്കൊരു ഗംഭീരമായ ഒരു കാർ ഇല്ല കൊടുക്കാം. അപ്പൊ അടുത്ത് നമ്മൾ വൈകാതെ തന്നെ അല്ല നമുക്കൊരു കാറാണ് ഗിവ് അവേ പറഞ്ഞത്. അപ്പൊ നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് നമ്മളെ കഴിഞ്ഞ വിജയ്ക്ക് നമ്മൾ ഫോൺ കൊടുത്തു. ഡിലേ വരാനുള്ള ഒരു കാരണം നമ്മൾ അന്ന് പറഞ്ഞാണ്. ഒരു ഹോസ്പിറ്റൽ എമർജൻസി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ റിയൽ ചോയ്സ് ഇനി നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗംഭീരമായ ഓഫറുകളും ഗിവകളൊക്കെ തരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ അർഷാക്ക കൊടുത്തിരിക്കില്ല. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അർഷാക്ക നേരെ മലപ്പുറത്ത് നിന്ന് 1 കിലോമീറ്റർ നമ്മളെ ഷോപ്പിക്കുള്ളത്. KSRTC സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ 1 കിലോമീറ്റർ കറക്റ്റ് ഇങ്ങോട്ട്. അത് മുണ്ടറമ്പ് കാവുങ്ങൽ ബൈപ്പാസ്, പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് എന്നും പറയും. അതിന്റെ സെൻട്രലായിട്ടാണ് നമ്മളെ ഷോപ്പ്. അപ്പോൾ അതാണ് നമ്മളെ ഗംഭീരമായ ഒരു വീണ്ടും കളക്ഷനാണ്. ഏകദേശം 100-ഓളം വാഹനങ്ങൾ. അപ്പോൾ ഫുൾ ഓൺ ആവട്ടെ, ചെറിയ ബഡ്ജറ്റ് ആവട്ടെ, മഴക്കാലം വലിയ പെരുന്നാളൊക്കെ ഇങ്ങോട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ കാർ എടുക്കാൻ ഏത് റേഞ്ചുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഇൻഡോവ അല്ല കിഡ്ലൻ പ്രൈസിൽ കൊടുത്തൂടെ ഇർഷാക്കാത്? ഇത് 2013 മോഡൽ വണ്ടിയാണ്. G4 കറക്റ്റ് വണ്ടിയാണ്. ഇത് ടാക്സി പെർമിറ്റിന്റെ ആവശ്യക്കാർക്ക് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കറക്റ്റ് വണ്ടി. വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല മെക്കാനിക്കൽ നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടിയാണ്. പക്ഷെ നമുക്കൊരു കേരള വണ്ടിന്റെ ക്വാളിറ്റി പറയാം, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. ടയറൊക്കെ അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം പുതിയ ടയർ ഒക്കെ ഏകദേശം പുതിയ ടയർ തന്നെയാണ് അല്ലേ? എങ്ങനെ നമ്മൾ വർഷമാക്കി ചോദ്യം? നമുക്ക് 6,80,000 രൂപ, ഒരു 75 രൂപ കിട്ടിയാൽ നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 6,75 ഒരു എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 6 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 75 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് ഇന്നോവ അല്ല. അടുത്താണ് ഒരു ഡുവൽ ടൂണില് ഒരു കിഡിലൻ ബ്രസ്സ. മാരുതിന്റെ SUV എന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾക്ക് ഡിമാൻഡാണ്. പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് കുറവായിരിക്കും, അത് പക്ഷെ നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി. അതും നമ്മൾ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു അർഷാക്ക ഡീറ്റെയിൽസ്? സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2016 മോഡൽ വണ്ടിയാണ്. ഡീസലാണോ? ഡീസൽ. സോ നമുക്ക് ഡീസൽ വണ്ടിയൊക്കെ നല്ല ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു കിടിലൻ ഓപ്ഷൻ ആണ് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1 lakhന്റെ അടുത്തിട്ട് ഇത് ഓടിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ കസ്റ്റമർ വിളിക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുള്ളൂ. സർവീസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമ്മൾ ഫൈനലായിട്ട് ചോദിക്കുന്ന വില 6 രൂപ. 6 രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 5 രൂപ വരെ ലോൺ ചെയ്യാം. 1 lakh വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തൊരു കിഡ്ലൻ സെഡാനാണ് സണ്ണി. ഡീസലല്ലേ അർഷാക്ക? ഡീസൽ. SUV ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓടാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അടക്കം വരുന്ന വണ്ടി. അത് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. ഡെയിലി ലോങ് ഡ്രൈവിലൊക്കെ 23-24 മൈലേജ്. നല്ല യാത്ര കംഫർട്ട്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടി. ഡീസൽ വണ്ടി. കേരള വണ്ടിയാണോ അതോ റീ വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 2.25 രൂപ കിട്ടിയാലേ കൊടുക്കാം. അതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ. 19 രൂപ വണ്ടി ഇറക്കാം. 2 ലക്ഷത്തിന്റെ അടുത്ത് വരെ ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും ഒരു കിഡ്ലൻ എത്തിയോസ് സെഡാനാണ്. അത് നമുക്ക് കേൾട്ടൺ BB. അപ്പൊ റീവണ്ടിയാണ് അല്ലേ? നിലവിൽ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ കേൾട്ടണിൽ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഇന്റീരിയർ കാര്യങ്ങളാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാണിക്കുന്നത് നമുക്ക് യഥാർത്ഥം അറിയില്ല. ബാക്കി എഞ്ചിൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് എല്ലാം ഫിറ്റ് കറക്റ്റ് വണ്ടി. എത്ര ചോദിക്കും നമ്മൾ? ഇത് നമുക്കൊരു 3,35,000 രൂപ ഫൈനൽ കിട്ടണേ നമുക്ക് കൊടുക്കാം. 13 മോഡൽ നമ്പർ 3,35. എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 2.5 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു. 2.5 വരെ ലോൺ. അടുത്തതാണ് നമുക്ക് വീണ്ടും ഡെയിലി യൂസിന് സാധാരണക്കാരന് എന്നും നമുക്ക് ഓൾട്ടോ കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് റിഡ്സ്. കാരണം നമുക്ക് കുറഞ്ഞ മെയിൻ്റെനൻസ് ആണ്, അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ഡീസൽ വണ്ടിയാണ്. സോ നമുക്ക് യാത്രയ്ക്കാണ് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് അല്ലേ? പക്ഷേ എങ്ങനെ ഈ റിഡ്സിന്റെ ഡീറ്റെയിൽസ്? നമുക്ക് 2012 മോഡലാണ് വരുന്നത്. ഇത് 2ാമത്തെ ഓണർഷിപ്പിന്റെ ആയിട്ടുള്ളൂ. ടയറും കാര്യങ്ങളൊക്കെ ഒക്കെ ഫിറ്റ് ഉള്ള വണ്ടി. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഇത് നമുക്ക് 2.65 നമ്മൾ ചോദിക്കുന്നത്. ചെറിയൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ കൊടുക്കും. 19 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊടുക്കും. അടുത്തൊരു കിഡ്ലൻ സെഡാനാണ് റെനോ ഡസ്റ്റർ. 85 ആണോ 110 ആണോ? 85 നമ്മള് അല്ലാതെ എടുക്കുന്നില്ല. ഇതാകുമ്പോ ഷിഫ്റ്റിന്റെ മെയിൻ്റെനൻസേ വരുള്ളൂ.
കറക്റ്റ് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ ഏറ്റവും എഞ്ചിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. അത് നമുക്ക് പിന്നെ അത്യാവശ്യം മൈലേജും കിട്ടും. 85 മൈലേജും കിട്ടും. ടെൻഷനും വേണ്ട, എഞ്ചിന്റെ കാര്യത്തിൽ ടെൻഷനും വേണ്ട. അത്രയും പക്കയാണ് വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പാണ് വണ്ടി. 110 112 അങ്ങനെ എന്തോ കറക്റ്റ് ഓട്ടാണ്. കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഒരു തട്ടുമുട്ടിലും ഒന്നും ഇല്ലാത്ത വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,60,000 രൂപയ്ക്ക് കൊടുക്കാം. ചെറിയൊരു പൈസക്ക് നമുക്ക് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി കൊണ്ടാം. എത്ര രൂപ? രണ്ടാമത്തെ ഓണർഷിപ്പ് കറക്റ്റ് വണ്ടി. തട്ടുമുട്ടിൽ ഒന്നും ഇല്ലാത്ത വണ്ടി. 85. എത്ര ഓടിക്കണ? ഇത് ഓടിക്കണത് 1.10 കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അല്ലേ? ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 3 ലക്ഷം വരെ ലോൺ ഇതിമ കയറുന്നതാണ്. ചിലപ്പോൾ 3.5 വരെ കയറും. നമുക്ക് കസ്റ്റമർ വിളിച്ചാൽ നമ്മൾ ബാങ്കായിട്ട് ടൈപ്പ് ആക്കിയിട്ട് കൊടുക്കും ചെയ്യാം. ഓക്കെ. അതൊരു നിസാന്റെ മൈക്ര ബ്ലാക്ക് ആണ്. നേരത്തെ നമ്മൾ വൈറ്റ് പരിചയപ്പെട്ടിരുന്നു. അപ്പൊ വൈറ്റ് വേണ്ടവർക്ക് ഇവിടെ വൈറ്റും ഉണ്ട്. ബ്ലാക്ക് ഓട്ടോമാറ്റിക് ആണ്. ന്യൂ മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട്. CVT ഈ ഗിയർ ബോക്സിനാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. ഓക്കെ. കാരണം എന്താ വെച്ചാല് ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആണ്. കയറ്റത്തിലാവുമ്പോ ബാക്കോട്ട് വല്ലാണ്ട് ഇറങ്ങൂല. കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വേരിയന്റ് ആണ് ബ്ലാക്ക് വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ വണ്ടിയാണ്. 3,60,000 രൂപ 360 കിട്ടിയാൽ കൊടുക്കാം. കറക്റ്റ് വണ്ടി കേട്ടോ, അനങ്ങാത്ത. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം? വണ്ടി നമുക്കൊരു 3 ലക്ഷം വരെ ലോൺ കയറി തിമ്മലെ 60 രൂപ കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി സുഖമായിട്ട് ഇറക്കും ചെയ്യാം അല്ലെ? അടുത്തൊരു ഹോണ്ട ജാസ്. ഇത് കേരള വണ്ടിയാണോ? അത് 2016 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ 2016 ഒറിജിനൽ കേരള. ഡീസലാണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ. നല്ല മൈലേജ് കാര്യങ്ങൾ ഏകദേശം നമുക്ക് ലോങ്ങിൽ ഒരു 22 വരെ മൈലേജ് കിട്ടുന്ന വണ്ടി. 1,30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 130 ഓടിയ വണ്ടി. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലാത്ത നല്ല വണ്ടി. എത്ര ചോദിക്കും നമ്മളിതിന്? ഇത് നമുക്ക് 5,75,000 രൂപ നമുക്ക് 5,75 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 4 രൂപക്ക് എന്തായാലും കൺഫേം ആയിട്ട് ലോൺ കയറും അല്ലേ? അടുത്തൊരു ഡീസൽ സ്വിഫ്റ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2011 മോഡല് 12 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു 3,10,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഓക്കെ. വണ്ടി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. 11 മോഡൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 110 115 ആ ലെവലിലേക്കാണ്. കറക്റ്റ് പറഞ്ഞിട്ട് ചെയ്യുള്ളൂ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 2 ലക്ഷം വരെ ലോൺ കയറും. 1 ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അത് ചെറിയൊരു പൈസക്ക് ഒരു ചെറുവാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഫാമിലി കാറാണ് സാൻഡ്രോ. 2011 മോഡലാണ് വണ്ടി. 10. ഇത് നമുക്ക് ഒരു 1.15 കിട്ടിയാല് വണ്ടി കൊടുക്കാം. നല്ല മെക്കാനിക്കൽ വണ്ടിയാണോ. പേപ്പർ എല്ലാം ഫിറ്റ് ക്ലിയറിലാക്കില്ലേ നമ്മൾ ചെയ്യുള്ളൂ. പേപ്പറിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കട്ടെ. ഓക്കെ. എല്ലാം പക്കയാണ്. നമുക്ക് എല്ലാം പക്കയില് ചെയ്തിട്ട് 1.10 1.15 വീണ്ടും ഒരു ഡീസൽ റിഡ്സ് തന്നെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു? ഏകദേശം ഒരു 18-20 മൈലേജ് ഒക്കെ എന്തായാലും കിട്ടൂല. എങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡല് VDI വരുന്നത്. നല്ല മെക്കാനിക്. രണ്ടാമത്തെ ഓണർഷിപ്പ് തന്നെ വണ്ടി വന്നിങ്ങനെ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. എഞ്ചിൻ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്കൊരു 2.30 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 2,30,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. കറക്റ്റ് വണ്ടി, നല്ല ക്വാളിറ്റിയുള്ള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 2 ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിക്കുക. ഒരു 10-50 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് ഇറക്കാം അല്ല? വീണ്ടും ഒരു ഡീസൽ റിഡ്സ് തന്നെയാണ്. ഇത് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന ലാസ്റ്റ് ഫേസ് ആണ്. 2014 മോഡൽ വണ്ടിയാണ്. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഇത് നമുക്ക് വരുന്നത് 3.40 നമ്മൾ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇത് മാക്സിമം ഫുൾ ഓൺ കയറും. നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാം. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നമുക്ക് ഓട്ടം എങ്ങനെയായിരുന്നു? ഓട്ടം വന്ന് 1.12 1.15 സർവീസ് ഒക്കെ കഴിഞ്ഞാൽ മേജർ സർവീസും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ഒരു ഫുൾ ലോഡില് ഏറ്റവും ടോപ്പ് എൻഡ് ഒരു വാഗ്നർ. ഇത് 2011 മോഡൽ VXI സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ. കറക്റ്റ് വണ്ടി കേട്ടോ. അതൊരു പാർട്ടിയുടെ വീട്ടിൽ പോയി നമ്മൾ പർച്ചേസ് കറക്റ്റ് ചെയ്ത് തന്നെയാണ്. ഒരു തട്ടുമുട്ടിലോ ഒന്നുമില്ലാത്ത ക്വാളിറ്റി വണ്ടി. ഇത് നമുക്ക് 2,25,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. നല്ല കറക്റ്റ് വണ്ടി കേട്ടോ. ഒരു തട്ടുമുട്ടിലോ ഒന്നുമില്ലാത്ത ക്വാളിറ്റി വണ്ടി. ലോണ് നമുക്ക് ഇതിന് ഒരു 1.5 രൂപയ്ക്ക് എന്തായാലും കൺഫേം ആയിട്ട് ചെയ്യാൻ പറ്റൂല. അടുത്തൊരു ടാറ്റ ഇൻഡിക വിസ്റ്റ ഔറ. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലേ? 2008 മോഡലാണ്. പേപ്പറൊക്കെ ഫുള്ള് ഫിറ്റുള്ള വണ്ടി. ഫിറ്റ് ആണ്. പുതിയ മുമ്പ് ഫ്രണ്ടിലെ ടയറൊക്കെ അത്യാവശ്യം ഫുൾ കട്ട ടയർ തന്നെ ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ചെറിയ പൈസ കൊടുക്കുക. 65,000 രൂപ കിട്ടിയാൽ നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. മൈലേജ് കിട്ടുന്ന വണ്ടി. വെറും 65,000 രൂപയ്ക്ക് പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടുള്ളത് അല്ലേ? വീണ്ടും നമ്മൾ നേരത്തെ കണ്ട സെയിം കളറിൽ സെയിം ഓപ്ഷനിൽ വരുന്ന ഒരു വാഗ്നർ അല്ലേ? ഇതെങ്ങനെയായിരുന്നു? ഇത് 2012 മോഡലാണ്. ഇത് 2,60,000
65,000 ചോദിക്കുന്നത്, ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക. 6ന്റെ ലെവലിലേക്ക് നമുക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇന്ത്യയിലൊക്കെ പക്കയാണ് അല്ലേ? നല്ല വണ്ടി, നല്ല വണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ പാർട്ടിന്റെ കയ്യിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും സെഡ് കാര്യങ്ങൾ നോക്കിയിട്ട് നല്ല ട്രാക്കിന് 10-60 രൂപ വണ്ടി ഇറക്കാം. അതൊരു 7 സീറ്റർ ആണ്, 8 സീറ്റർ തന്നെ പറയാലോ. മാരുതി സുസുക്കി വേഴ്സ. ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരു 7 സീറ്റർ ഒക്കെ നോക്കുന്നത് 65,000 വണ്ടി നമുക്ക് കൊടുക്കാം. 65 രൂപ കൊടുക്കാം. 8 സീറ്ററും ആണ്, 8 പേർക്ക്. പിന്നെ ചെറിയ മട്ടത്തില് സ്കൂളുകളൊക്കെ തുറക്കാനായി സ്കൂൾ വണ്ടിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എഞ്ചിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മാറ്റിയെടുത്ത വണ്ടിയാണ്, ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, എഞ്ചിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം മൈലേജും കിട്ടും. മൈലേജും കിട്ടും. 65,000 രൂപ വെറും 65,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. അതിൽ പേപ്പർ അടുത്തേക്കണം, അപ്പം എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച നമ്മൾ ചെയ്യും ചെയ്യും. ഓക്കെ, അടുത്ത് വീണ്ടും ഒരു സണ്ണിയാണ്. സണ്ണി അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? സണ്ണിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. കാരണം നല്ല സ്പേസ്, നല്ല മൈലേജ് കുറിച്ച് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? എത്ര ഇതിന് മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡല് XL ആണ്. ഇത് നമുക്ക് 2,65,000 ചോദിക്കുന്നത്, ചെറിയ മാറ്റമൊക്കെ വരുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഏകദേശം ലോണൊക്കെ എത്ര വരെ? ലോൺ നമുക്ക് ഇതിമേലൊരു 2 രൂപന്റെ അടുത്തൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം. 2 രൂപന്റെ അടുത്ത് തന്നെ ലോണും ചെയ്യാം. 65 രൂപ കണ്ടി 70 രൂപ കണ്ടിന് വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്ത് വീണ്ടും നേരത്തെ ഒരു ഡസ്റ്റർ ആയിരുന്നു, ഇതൊരു ടെറാനോ അല്ലേ? 2017 മോഡലാണ്. ഇത് സെയിം BS തന്നെയാണ്, 85 തന്നെയാണോ ഇതിന്? 85 വരുന്നതാണ്. നമ്മളല്ലാതെ ഇങ്ങനെ എടുക്കലില്ല. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 17 മോഡലാണ്. 1,20,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. ഒറിജിനൽ കേരള. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? നമുക്ക് 5,75 കിട്ടിയാൽ നമുക്ക് ഫൈനൽ കൊടുക്കാം. 10-50 രൂപ വണ്ടി ഇറക്കാം. ചെറിയ പൈസക്ക് ഇറക്കാം. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. മൈലേജ് ആണെങ്കിൽ 17-18 മൈലേജും കിട്ടും. നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന വണ്ടി. ഇനി ഒരു കുഞ്ഞൻ SUV നോക്കുന്നവർക്ക് അല്ലേ, SUV ടൈപ്പ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, കിഡ് ആണ് അല്ലേ? ഒന്ന് കിഡ് ഉണ്ട്, ഒരു ക്ലൈംബർ ഉണ്ട്, സ്പെഷ്യൽ എഡിഷൻ അല്ലേ? ഇതെങ്ങനെയായിരുന്നു റേറ്റ്? സിൽവർ 2017 മോഡലാണ്. നമുക്കൊരു 3,15,000 രൂപ നമ്മളെ കയ്യിൽ ഫൈനൽ കിട്ടുകയാണെങ്കിൽ വണ്ടി കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി. 40,000-35,000 കിലോമീറ്റർ അങ്ങനത്തെ ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ആ നോബ് നിങ്ങൾ കണ്ടില്ലേ? 3 നോബേ ഉള്ളൂ. മിക്സി തിരിക്കണ പോലെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. സെയിം അതേപോലെ തന്നെ വീണ്ടും 2017 തന്നെയാണ്. സെയിം ഇതൊരു 3,400 രൂപ നമ്മൾ ചോദിക്കുന്നത്. അതും ഏകദേശം വിലമാവാണ്, നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം. 19 രൂപ വണ്ടി ഇറക്കാം. ട്രാക്കിന് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടി. അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഇന്നോവ നോക്കുന്നവർക്ക് നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് തുടങ്ങിയത്. ഇത് റെഡ് ഫിനിഷിംഗ് അല്ലേ? അർഷാഖത്തിന് എത്ര റേറ്റ്? പോളീസിന്റെ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല എഞ്ചിൻ ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഇത് 2,75,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് ഇപ്പൊ നമ്മൾ കസ്റ്റമറിന് എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു. 9,000 രൂപ എടുത്ത് പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തു. ഈ വണ്ടി നമുക്ക് 2,75,000 2005-6 റേസുള്ള വണ്ടി. ക്വാളിറ്റി വണ്ടി. കാര്യങ്ങളോ എഞ്ചിൻ കണ്ടെടുക്കണതാണ് ഇതൊക്കെ. നമുക്ക് എഞ്ചിൻ വീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പേടിയാണ്. പക്ഷെ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള എഞ്ചിൻ കേട്ടോ. 2,300 രൂപയാണ് പോളീസിന്റെ വില ഉള്ളത്. പോളീസിന്റെ വിലക്ക് ഒരു ഇന്നോവ ഉപയോഗിക്കുന്നവർക്ക് ചെറിയ വണ്ടിക്ക് വലിയ വണ്ടി ആവും ചെയ്യും, ചെറിയ പൈസ കിട്ടും ചെയ്യും. അടുത്തതാണോ വീണ്ടും നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് അല്ല? ഇതെങ്ങനെയായിരുന്നു? 2012 മോഡൽ 13 റേസറുള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു 3,30,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 3,30 വീഡിയോ വരുന്ന വണ്ടിയാണ്. അത് മാക്സിമം ഒരു 2.5 രൂപ വരെ ലോൺ കയറി 10-50 രൂപ 60 രൂപ വണ്ടി ഇറക്കി കൊടുക്കും. വണ്ടി ഇറക്കും ചെയ്യാം. അടിപൊളി വണ്ടി അല്ലേ? അത് വീണ്ടും ഒരു എത്തിയോസ് ആണ്, ലിവയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2014 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്കൊരു 3,60,000 ചോദിക്കുന്ന കസ്റ്റമർ വിളിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 14 മോഡൽ വൈറ്റ് ഇന്റീരിയലും ഡാഷ്ബോർഡ് ഇതൊക്കെ വരുന്നുട്ടോ. ഇതിന് ചെറിയ മാർക്കറ്റ് കൂടുതലുണ്ട്. ഈ വൈറ്റ് ഇന്റീരിയലിന്, ആ ബ്ലാക്ക് ഇന്റീരിയലിന് ചെറിയ ചാർജ്. അപ്പൊ ഇത് നമുക്ക് ചോദിക്കുന്ന റേറ്റ് നമുക്ക് 3,60 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. 10-60 രൂപ വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും ഡീസൽ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ വരും. ഒരുപാട് വണ്ടി, ഇനി കുറെ വണ്ടികൾ കയറാണ്ട് നമ്മൾ ഇത് 2011 മോഡൽ 12 റേസറിൽ 2ാമത്തെ ഓണർഷിപ്പില് 1,40,000 കിലോമീറ്റർ അങ്ങനെ ഓടിയില്ല. അതിൽ ടൈമിംഗ് ചെയ്യലും കാര്യങ്ങളും സർവീസ് ഒക്കെ മാറി എല്ലാം ചെയ്തല്ലേ. ഇത് നമുക്കൊരു 3,20,000 രൂപ കൊടുക്കാം. ചെറിയ മാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യട്ടോ. അടുത്തൊരു ഇനിയൊരു ഡിസയർ അല്ലേ? ഡിസയർ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2016 മോഡല് VX 70 ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 4,60 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 4,60 അല്ലേ?
അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വളരെ വരുന്നത് കുറവാണ്. കുറവാണ്. അത്യാവശ്യം ഒരു 19 രൂപ വണ്ടി ഇറക്കാം. ആ വണ്ടി ഇറക്കാം. അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു ഡിറ്റ്സ് ആണ്. അത് ഡീസൽ വണ്ടിയാണ്. വൈറ്റ് കേരള വണ്ടിയാണോ അത് റീവണ്ടിയാണോ? ഈ വണ്ടിയാണ്, പക്ഷെ കറക്റ്റ് സർവീസും കറക്റ്റ് ഉള്ള വണ്ടിയാണ്. ഒരു തട്ടുമുട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി. ഓക്കെ, നല്ല എഞ്ചിനാട്ടോ, സൂപ്പർ എഞ്ചിൻ, നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന എഞ്ചിനാണ്. ഓക്കെ. ഇത് നമുക്കൊരു 2,85,000 റുപ്യക്ക് കൊടുക്കാം. 2,85,000 കൊടുക്കാം. സീറ്റ് കാറും കാര്യങ്ങളും എല്ലാം ചെയ്ത വണ്ടി കേട്ടോ. ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല. ഇതൊന്നും ചെയ്യാല്ല. ഏകദേശം എത്ര വണ്ടി ഇറക്കാം? ഇത് ഫുൾ ഓണില് വണ്ടി ഇറക്കാം. ഫുൾ ഓണിൽ ഇറക്കാൻ വരും. മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. 1 രൂപയും മുടക്കണ്ട. അതേ സെയിം സെഗ്മെന്റിൽ തന്നെ നിസാന്റെ മൈക്ര അല്ലെ, വൈറ്റ് ആണ്. 2013 മോഡല് XV, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ബട്ടൺ സ്റ്റാർട്ടിങ് അടക്കം വരുന്നത് അല്ലേ. ഇതില് നമുക്ക് ഡീസലായിട്ട് വരുന്നത്, മൈലേജും ഉണ്ടാവും. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 1,09,000 കിലോമീറ്റർ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ് നിർത്തിയാണ്. 24-25 ലിറ്റർ ഉണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമുക്ക് 2,90,000 റുപ്യ നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 19 രൂപ വണ്ടി ഇറക്കാം. 19 രൂപ വണ്ടിയാണ്. ഫുൾ ചിലപ്പോൾ 25 റുപ്യ 30 റുപ്യൊക്കെ മതിയാവും. അപ്പോൾ ചെറിയൊരു പൈസൻ്റെ വണ്ടി ഇറക്കും. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ് കിട്ടുന്നുണ്ട്. ആ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ റെയിൽ ചോയ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ ആളെത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ നമ്മൾ അപ്പോൾ നമുക്ക് വന്നോളി നമ്മൾ ജീവന്റെ ആൾക്കാർ വരാണ്, കിട്ടിയ ആൾക്കാർ. നമ്മൾ ആദ്യമായിട്ട്, എൻ്റെ പേരെന്തായിരുന്നു? അൻഷിഫ് അല്ലേ. സ്ഥലം ഇവിടെ മഞ്ചേരി. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണിൻ്റെ വിജയ്, നമുക്ക് വിന്നർ ആയിട്ടുള്ള ആളാണ്. മഞ്ചേരിയാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ഫോണിലൂടെ മാറ്റം ബന്ധപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഡിലേ വന്നുകൊണ്ട് നമ്മൾ ഫോൺ തരാൻ. ചെറിയ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ. അപ്പോൾ നമ്മൾ റിയൽ ചോയ്സിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. അതുകൊണ്ട് നമ്മളെ കൂടെ ഇനിയും കൂടുക. അപ്പോൾ അടുത്ത് എന്താ വെച്ചാൽ നമ്മൾ കാറിൻ്റെ ഒരു ഗിവ് അവേ ഉടനെ തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് പേര് പറഞ്ഞത്? അൻഷിഫ്. അർഷാദ് സൈനിങ് ഓഫ്.